നമുക്ക് കിട്ടുന്ന ഓരോ തുള്ളി മഴവെള്ളവും മണ്ണിലേക്ക് ഇറക്കുക എന്നുള്ളതായിരിക്കണം നമ്മൾ ഈ മഴക്കാലത്ത് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുറ്റത്ത് വീഴുന്ന മഴവെള്ളത്തെ റോഡിലേക്ക് ഇറക്കി കളയുന്ന ഒരു രീതി മാറ്റിയിട്ട് അത് നമ്മുടെ പറമ്പിൽ തന്നെ ഇറക്കിയാലുള്ള ഗുണം എന്താണെന്നറിയോ? ചെടികൾ കരുത്തോടെ വളരുന്നത് മാത്രമല്ല, ഉൽപ്പാദനവും കൂടും. അപ്പം ഒരു തെങ്ങിൻ്റെ തടത്തിൽ ഒരു മഴക്കാലത്ത് സംഭരിക്കുന്നത് 1.25 ലക്ഷം ലിറ്റർ മഴവെള്ളം എന്നാണ് പറയുക. അത് തെങ്ങിൻ്റെ കാര്യം. അത് മാത്രമല്ല, എല്ലാ ചെടിയുടെ ചുവട്ടിലും നമുക്ക് മാക്സിമം ഓർഗാനിക് മാറ്റർ കൂട്ടി കൊടുക്കാം. അങ്ങനെ വരുമ്പോഴത്തേക്കും ഓർഗാനിക് മാറ്റർക്കാണ് എൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താ അറിയോ? അതിന് വെള്ളത്തെ പിടിച്ചു നിർത്താനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. അതിനിപ്പം ഉണങ്ങിപ്പൊടിഞ്ഞ കാലിവളം വേണമെന്നോ അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടം വേണമെന്നോ ഒന്നും നിർബന്ധമില്ല. നമ്മൾ പൊടിഞ്ഞ കരിയിലകൾ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുത്താലും വെള്ളത്തെ പിടിച്ചു നിർത്തും. ഈ നമ്മളെ ചകിരിച്ചോറുണ്ടല്ലോ, ചകിരിച്ചോറ് അതിൻ്റെ ഭാരത്തിൻ്റെ 8 മടങ്ങ് വരെ വെള്ളത്തെ പിടിച്ചു നിർത്തും. പിന്നെ കഴിയുന്നതും നമ്മൾ ചെടികൾ നടുമ്പോഴത്തേക്കും നല്ല കുഴിയെടുത്തിട്ട് അതിനകത്ത് മാക്സിമം ജൈവാംശം ചേർത്തിട്ട് നടുന്നതാണ് നല്ലത്. ചേനയും ചേമ്പും മഞ്ഞൾ, ഇഞ്ചി ഇതൊക്കെ നടുന്ന സമയത്ത് തടത്തിൽ തന്നെ നന്നായിട്ട് ജൈവവളം ചേർത്ത് കൊടുക്കുക. ജൈവവളം എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന ജൈവവളം മതി. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ജൈവവളം എന്ന് വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മളിപ്പോൾ കുഴിയെടുത്തിട്ട് മാക്സിമം ശീമക്കൊന്ന ഇല, ഉണങ്ങിയ കരിയിലകൾ, പൊടിയാനായിട്ടുള്ള കരിയിലകൾ ഇതൊക്കെ എടുത്ത് നമ്മൾ ആ കുഴിയിലിട്ട് നിക്ഷേപിച്ചതിന് ശേഷം ഒന്ന് അഴുകാൻ തുടങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നട്ടാലും മതി. അപ്പോൾ ഇങ്ങനത്തെ കുഴിയിൽ വരുന്ന മഴവെള്ളത്തിൻ്റെ ഗുണം എന്താണെന്നറിയോ? അത് മാക്സിമം മണ്ണ് കുടിച്ചെടുത്തതിന് ശേഷം മാത്രമേ അത് താഴോട്ടേക്ക് പോവുള്ളൂ. അതായത് ഒലിച്ചിറങ്ങുന്ന മഴവെള്ളത്തിൻ്റെ അളവ് കുറക്കാൻ ഇത്തരത്തിലുള്ള ജൈവാംശം കൂട്ടുന്നത് കൊണ്ട് പറ്റും. എൻ്റെ കയ്യിൽ ജൈവവളങ്ങളൊന്നുമില്ല, എൻ്റെ കയ്യിൽ പച്ചില വളങ്ങളും ഇല്ല എന്നുള്ള ഒരു കാര്യമാണ് കയ്യിലുള്ളതെങ്കിൽ നമ്മൾ തേങ്ങ ഒലിച്ച ചകിരി ഉണ്ടല്ലോ, ആ ചകിരി മലർത്തി അടുക്കി വെച്ചാലും മതി. അതിനെ നമ്മൾ തണ്ണീർ ബാങ്ക് എന്നാണ് പറയുക. കുഴിക്കകത്ത് 2 അടുക്ക് ചകിരി മലർത്തി അടുക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ജൈവവളങ്ങളോ അല്ലെങ്കിൽ നല്ല മേൽമണ്ണോ ഇട്ട് കൊടുത്താലും വെള്ളം അവിടെ അതിനകത്തോട്ട് ഇറങ്ങിക്കോളും.